ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ. ലോകം മുഴുവൻ വിശ്വാസികളുള്ള വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ജൂലൈ 28-നാണ് ആഘോഷിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കുടമാളൂർ ഇടവകയിൽ അർത്തുങ്കൽ ഗ്രാമത്തിലെ ജോസഫിന്റെയും മേരിയുടെയും 4ാമത്തെ മകളായി 1910 ഓഗസ്റ്റ് 19-ന് അൽഫോൻസാമ്മ ജനിച്ചു. അന്നക്കുട്ടി എന്നായിരുന്നു അൽഫോൻസാമ്മയ്ക്ക് പേര് നൽകിയിരുന്നത്. ജനിച്ച് 27 ദിവസങ്ങൾക്ക് ശേഷം അമ്മയെ നഷ്ടമായ അന്നക്കുട്ടിയെ നോക്കിയിരുന്നത് മാതൃ സഹോദരിയും വല്യമ്മയും കൂടെയായിരുന്നു. വലുതായപ്പോൾ കുറേയേറെ വിവാഹ ആലോചനകൾ അന്നക്കുട്ടിക്ക് വന്നെങ്കിലും സന്യാസി ജീവിതം നയിക്കുവാനായിരുന്നു അന്നക്കുട്ടിയുടെ ആഗ്രഹം. പക്ഷേ ഈ കാര്യങ്ങൾ അവളുടെ കുടുംബക്കാർ വിലയിരുത്താതെ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. സൗന്ദര്യമാണ് തൻ്റെ ശാപമെന്ന് മനസ്സിലാക്കിയ അന്നക്കുട്ടി സ്വയബോധത്തോടെ തീയിലെറിയപ്പെടുകയും ദേഹം പൊളിക്കുകയും ചെയ്തു. മുട്ടിനു മേലെ തീയിൽ അകപ്പെട്ട അന്നക്കുട്ടിയുടെ മുടി ഉൾപ്പെടെ നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് വൈദ്യന്റെ അടുത്ത് പോയി ചികിത്സിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു. പിന്നെ വീട്ടുകാരുടെ സമ്മതത്തോടെ ക്ലാരിസ് മഠത്തിൽ ചേരുകയും വിഷമതകളും കഠിന പ്രവൃത്തിയും അനുഭവിച്ച് 1946 ജൂലൈ 28-ന് അൽഫോൻസാമ്മ മരിച്ചു. പിന്നീട് 40 വർഷങ്ങൾക്ക് ശേഷം ഒരു കൊച്ചിന്റെ കാൽ ഉള്ളിലേക്ക് വളഞ്ഞിരുന്ന ഒരു അത്ഭുതകരമായ പ്രവൃത്തി കൊണ്ട് അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12-നാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്.